വെസ്റ്റേൺ കൺട്രിയിൽ എവിടെയാണ് ഒരു 250 കടി പാമ്പ് കടി വാങ്ങിയ ഒരാളിൻ്റെ ശരീരത്തിൽ നിന്ന് ആൻറ്റി വനം കണ്ടെത്തി. അതെ. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിലോ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എനിക്കൊരു കടി കിട്ടുമ്പോൾ പറയും, അയ്യോ അവൻ്റെ കയ്യിലിരിപ്പോണ്ടാണ് കടി കിട്ടുന്നത്. രാജവെമ്പാല സാധാരണ മനുഷ്യരെ കടിക്കാറില്ലല്ലോ. നമുക്ക് 5-6 കേസുകൾ കേരളത്തിൽ റിപ്പോർട്ടുണ്ട്. ഇവിടെ കടി കിട്ടണമെങ്കിൽ ഒരിക്കലും പിടിച്ചു വെച്ച് കടിക്കാതെ ഇവിടെ കടി കിട്ടാനായിട്ടൊരു സാധ്യത. കയ്യിലാണ് കടിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു മാർഗ്ഗമുള്ള സൂയിസൈഡ്. പിന്നെ ഒരെണ്ണം നമുക്ക് തീരുമാനിക്കാൻ പറ്റുമെന്നാൽ പുള്ളി ഇപ്പോൾ ഒരു പാമ്പ് കടിച്ചാൽ പുള്ളി നിലവിളിക്കും, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കാം. പുള്ളി അനങ്ങിയിട്ട് അപ്പോൾ ഇത് സൂയിസൈഡാണെന്ന് പറഞ്ഞത് ആ സ്പോട്ടിൽ സൂയിസൈഡാണെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം. സ്പോട്ടിൽ മിനിറ്റുകൾക്കിടയിൽ ബാക്കി നിഗമനങ്ങളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ സൂയിസൈഡാണെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം. എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ വന്നിട്ട് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയത് എനിക്ക് എൻ്റെ ലോകത്തിലെ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിലെ രാജകുമാരൻ ചാൾസ് രാജകുമാരൻ അവർ ഇന്ത്യ സന്ദർശിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. ഫുഡും ഒരു അനിവാര്യം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കള്ളു കുടിച്ചിട്ടില്ല. ഇതുവരെ സേർട്ട് വലിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു 9, 10, 13 വയസ്സിന് താഴെ ഞാൻ കുറച്ച് നല്ല ഒത്തിരി സേർട്ട് വലിച്ചു. എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ കൂട്ടുകാർ വാങ്ങി തരുന്നു, ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അതൊന്നും ശരിയല്ലാന്ന് തോന്നിയപ്പോൾ അതും അങ്ങ് ഉപേക്ഷിച്ചു. ഇന്ന് വരെ സേർട്ടോ കള്ള കുടിക്കാനുള്ളൊരു അവസരം ഒരുപാട് പേർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കുടിക്കാണ്ട് എനിക്ക് തോന്നിയില്ല. കാരണം എൻ്റെ അച്ഛൻ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അച്ഛൻ മദ്യപിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്മയും അപ്പനെയും മക്കളെയൊക്കെ അടിക്കുന്നതൊക്കെ കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോൾ ഞാനൊരിക്കലും അങ്ങനത്തെ ഒരാളാവരുതെന്ന് എൻ്റെ മനസ്സിൽ ചിന്തയുണ്ടായിരുന്നു. അതെനിക്ക് ഇന്നുവരെ പാലിക്കാൻ പറ്റി. പിന്നെ ഞാൻ കുറേ കാലം 35 വർഷം പേർ വെജിറ്റേറിയനായിരുന്നു. കുറച്ച് ചെറുപ്പകാലത്തൊരു കുറേ കാലം ഞാൻ മുട്ടയും എല്ലാ സാധനവും ഉപയോഗിക്കാറ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും പാടില്ല, ഇതൊന്നും വേണ്ട, ഇതൊന്നും ഒരു ജീവിയെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ അതെല്ലാം ഉപേക്ഷിക്കുന്നത്. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം ഇപ്പോൾ അടുത്തടുത്ത് കടികൾ കിട്ടിയപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് മുട്ടയൊക്കെ കഴിക്കണമെന്ന്. അങ്ങനെ ഇപ്പോൾ ഒരു 2 വർഷം കൊണ്ട് മുട്ടയും ചിക്കനും വല്ലപ്പോഴും കഴിക്കാറുണ്ട്. അതും എനിക്ക് പിടിക്കുന്നില്ല. അന്ന് കഴിക്കുന്നതിന് ഒന്നിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ദേഹത്ത് ചൂട് കയറുന്നു, അല്ലെങ്കിൽ ശ്വാസം മുട്ട ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം പാലുപോലും ഞാൻ ഉപയോഗിക്കാറില്ല ഇപ്പോഴും. അങ്ങനെയാണ് മുന്നോട്ട്. അപ്പോൾ ഫുഡിൻ്റെ കാരണം കൂടി കൊണ്ടാണ് കടിയിൽ നിന്ന് പകുതി ഞാൻ റിക്കവറായി വരുന്നത്. അതിന് യാതൊരു സംശയമില്ല. പക്ഷെ ഒരു പഠനങ്ങളില്ല സാർ. നമുക്ക് ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ വെസ്റ്റേൺ കൺട്രിയിൽ എവിടെയാണ് ഒരു 250 കടി പാമ്പ് കടി വാങ്ങിയ ഒരാളിൻ്റെ ശരീരത്തിൽ നിന്ന് ആൻറ്റി വനം കണ്ടെത്തി. അതെ. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിലോ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എനിക്കൊരു കടി കിട്ടുമ്പോൾ പറയും, അയ്യോ അവൻ്റെ കയ്യിലിരിപ്പോണ്ടാണ് കടി കിട്ടുന്നത് പറയും. എന്നെക്കാലം കടി കിട്ടിയ ആൾക്കാർ കേരളത്തിലുണ്ട്. കടി കിട്ടിയ ആൾക്കാർ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് പഠിക്കാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ ഒരു 1000-ഓലേറെ മുട്ടകൾ വിരിയിച്ചിട്ടുണ്ട്. അല്ല 20,000-ലേറെ മുട്ടകൾ എൻ്റെ വീട്ടിൽ വിരിയിച്ചിട്ടുണ്ട്. കോബ്രയുടെ മുട്ട മാത്രം ഒരു 1500-നടുത്ത് പൈത്തൻ്റെ മുട്ട ഞാൻ വിരിയിച്ചിട്ടുണ്ട്. അതുപോലെ അണലിയുടെ കുഞ്ഞുങ്ങൾ എല്ലാ വർഷവും എനിക്ക് 500-600 കുഞ്ഞുങ്ങളെ എൻ്റെ വീട്ടിൽ എനിക്ക് പ്രസവിക്കാറായ ആൾക്കാരെ കൊണ്ടുവന്ന് ഞാൻ വെച്ചിട്ട് പ്രസവിച്ചതിന് ശേഷം മാത്രമേ തള്ളയെ പുറത്തേക്ക്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് തുറന്നിടുമ്പോൾ ഇത് സ്പീഡിൽ എഴഞ്ഞ് പോയിട്ട് ഇത് എവിടെയെങ്കിലും വയറ് തട്ടിയിട്ട് ഇത് കലങ്ങി, ഇതിൻ്റെ ആ വരുന്ന സാധനങ്ങളെല്ലാം കലങ്ങിപ്പോവും. പിന്നെ അതൊന്നും ജീവിക്കത്തില്ല. അപ്പോൾ ഞാൻ വളരെ സേഫായിട്ട് കൊണ്ടുവച്ച് അവരെ ശല്യപ്പെടുത്താതെ ഡിസ്റ്റർബ് ചെയ്യാതെ ആരെയും കാണിക്കാതെ പ്രസവിക്കുന്നവരെ സേഫായിട്ട് മാറ്റി വെക്കും. പ്രസവിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ എടുത്ത് മാറ്റി തള്ളയെ റിലീസ് ചെയ്യും. എന്നിട്ട് കുഞ്ഞുങ്ങൾ 1-2 കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊടുക്കും. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളുണ്ടാവുന്നു, എത്ര കുഞ്ഞുങ്ങൾക്ക് നീളം വെക്കുന്നു, എത്രണ്ണം സർവ് ചെയ്യുന്നുണ്ട്, എത്രണ്ണം കളർ വ്യത്യാസത്തിൽ കാണുന്നുണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അത് നമുക്ക് ഒരിക്കലും ഒരു ബുക്ക് നോക്കി പഠിക്കുന്നതിനേക്കാളും ഇത് ചെയ്യുന്ന ആൾക്കാർ പഠിച്ച് പുറത്തേക്ക് വിടുന്നതായിരിക്കും നല്ലത്. ഞാൻ 238 കിങ്കോബ്ര പിടികൂടി. അതെ, കേരളത്തിൽ നിന്ന് 238 കിങ്കോബ്ര പിടികൂടി. എല്ലാം ഒരു ഏറ്റവും നല്ല സൈസുള്ള കിങ്കോബ്ര തന്നെ കിട്ടിയിട്ടുള്ളത്. രാജവെമ്പാല സാധാരണ മനുഷ്യരെ കടിക്കാറില്ലല്ലേ. നമുക്ക് 5-6 കേസുകൾ കേരളത്തിൽ റിപ്പോർട്ടുണ്ട്. അത് പക്ഷേ പൂർണ്ണമായിട്ട് ലൈവായിട്ട് കണ്ടിട്ടുള്ള കേസുകളല്ല. ചിലപ്പം കോബ്രയുടെയും രാജവെമ്പാലയുടെ കിങ്കോബ്രയുടെയും വെനം പ്രോട്ടീൻ ഒന്നാണ്. രണ്ടും സെയിം സാധനം. കൂടുതൽ രാജവെമ്പാല ചെയ്യുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഡെത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്കൊരു മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, നമ്മൾ ലൈവായിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് മൃഗശാലയിൽ ഹർഷാദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ രാജവെമ്പാല കടിയേറ്റ് മരണം. പക്ഷേ അത് ലോകത്തിൽ ഒരാളെ പറഞ്ഞിട്ടുള്ളത് കടിയല്ലാതെ ആത്മഹത്യയാണ്, സൂയിസൈഡാണെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ്. അത് സൂയിസൈഡായിരുന്നു. അത് പറയാൻ കാരണം, ഒന്ന് രാജവെമ്പാല നമ്മളിപ്പോൾ ഒരു കീപ്പർ ഒരു പാമ്പിനെ പിടിക്കാനോ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളെ കൂട് വൃത്തിയാക്കാനോ കയറുന്ന സമയത്ത് കൂടിൽ നിന്ന് മറ്റു കൂട്ടിലേക്ക് ഈ പാമ്പിനെ കയറ്റിയതിന് ശേഷം അത് ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ കൂട്ടിൽ ആൾ കയറാൻ പാടുള്ളൂ. അത് സൂ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയമാവലിയിലുള്ളതാണ്. അത് കഴിഞ്ഞ് ആളെല്ലാം കഴിഞ്ഞ് പൂട്ടിയിട്ട് അപ്പുറത്തിറങ്ങി ബാക്കിൽ ആ ലിവർ വലിക്കുമ്പോൾ ആ ഇടയുള്ള ഡോറങ്ങ് മാറും. അപ്പോഴേ പാമ്പ് കൂട്ടിലേക്ക് വരും. കൃത്യം 12 മണിക്കകത്ത് ആൾ പുള്ളി കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കണം. ഈ 12:30 പുള്ളി കൂട്ടിനകത്ത് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ രാജവെമ്പാല ഈ കൂട്ടിനകത്തില്ല. പിന്നെ കടി ഇവിടെയാണ്. ഇവിടെ കടി കിട്ടണമെങ്കിൽ ഒരിക്കലും പിടിച്ചു വെച്ച് കടിക്കാതെ ഇവിടെ കടി കിട്ടാനായിട്ടൊരു സാധ്യത. കയ്യിലാണ് കടിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു മാർഗ്ഗമുള്ള സൂയിസൈഡാണ്. പിന്നെ ഒരെണ്ണം നമുക്ക് തീരുമാനിക്കാൻ പറ്റുമെന്നാൽ പുള്ളി ഇപ്പോൾ ഒരു പാമ്പ് കടിച്ചാൽ പുള്ളി നിലവിളിക്കും, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കാം. പുള്ളി അനങ്ങിയിട്ടില്ല.
അപ്പം പിന്നെ പുള്ളി എന്താ പറയുക കടി കിട്ടുന്നതിന് മുന്നേ പുള്ളിയുടെ കയ്യിൽ ഒരു ചെറിയ മൊബൈലുണ്ട്. പുള്ളി എന്നെ തറയിൽ എറിഞ്ഞ് അടിച്ച് പൊട്ടിച്ചിരിക്കും, തന്നെ പിന്നെ അടിച്ച് പൊട്ടിച്ചിരിക്കും. അപ്പോൾ ഇതെല്ലാം സൂയിസൈഡിനുള്ള കാരണങ്ങളാണ്. അപ്പോൾ പിന്നെ ഈ കടി ഇവിടെ വന്നത് സൂയിസൈഡിനുള്ള 100% സാധ്യത മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പുള്ളി കൂട്ടിനകത്തേക്ക് പുള്ളി കാലിൽ എവിടെയെങ്കിലും കടി കിട്ടണം, അതൊന്നും ഉണ്ടായില്ല. പുള്ളി സൂയിൽ തന്നെ വെച്ച് മരിക്കുകയാണ് ചെയ്തത്. മരിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത്. മരിച്ച് പകുതി രക്ഷപ്പെട്ടല്ല, ജീവനോടാണ് കൊണ്ടുപോയിരുന്നത്, അത് ശരിയല്ല. മരിച്ചതിന് ശേഷം അവർ കാണുന്നത് 12:30-ക്കും 1 മണിക്കൂറൊക്കെ കടി കഴിഞ്ഞു. ഇവർ കാണുന്നത് 2 മണിക്ക് അടുത്താണ് കാണുന്നത്. ഒരു കിങ്കോബയുടെ ബൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനപ്പുറം ആന പൊക്കിയ പോലും ജീവിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ആ 1 മണിക്കൂറിലും അടുത്താണ് ഇവർ കാണുന്നത്. അപ്പോൾ ഇത് സൂയിസൈഡാണെന്ന് പറഞ്ഞത് ആ സ്പോട്ടിൽ സൂയിസൈഡാണെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം, സ്പോട്ടിൽ മിനിറ്റുകൾക്കിടയിൽ ബാക്കി നിഗമനങ്ങളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ സൂയിസൈഡാണെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സുരേഷ് രാജഗോപാല പിടിക്കുന്ന ചില വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സാർ. അപ്പോൾ ഇത് സാധാരണ ഒരു കടിക്കുന്ന ഒരു ജന്തു അല്ലെന്നാണ് എനിക്ക് തോന്നിയത്. അതെ, ഇത് സാധാരണഗതിയിൽ ഇതൊരു ഷൈ സ്നേക്ക്, നാണം കുടുങ്ങി പാമ്പാണ് രാജഗോപാല. അവനങ്ങനെ ആരും ഉപദ്രവിക്കണമെന്നോ കടിക്കണമെന്നോ, അവൻ്റെ നേരെ ഒരു ശത്രു വന്ന് അവനെ ഒന്ന് പേടിപ്പിക്കുക, അതിനുവേണ്ടി ഒന്ന് എണീക്കും. എന്നിട്ട് ഒരു ഉറക്കം ഇങ്ങനെ മുന്നോട്ട് വരും. എന്നിട്ട് അവൻ അതേപടി അങ്ങ് തിരിഞ്ഞു പോകും. ഇങ്ങനെ അല്ലെങ്കിൽ ചാടി കടിക്കാണ്ട് വായും തുറന്നു വരും, തിരിഞ്ഞങ്ങ് പോകും. 238 രാജഗോപാലെ പിടിച്ചിട്ട് ഞാൻ ഏകദേശം 1 മണിക്കൂറെങ്കിലും കളിക്കാതെ അവരെ ഇതുവരെ വിട്ടിട്ടില്ല. അപ്പോൾ അവരെ കുറച്ച് പഠിക്കാൻ പറ്റും നമുക്ക്. ഇവിടെ പഠനങ്ങളാണ് ഇല്ലാത്തത്. അപ്പോൾ പരമാവധി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പിന്നെ വേറെ പ്രത്യേകമുണ്ട്. നമ്മളിപ്പോൾ ഒരു കുറേ നേരം വെച്ച് കളിച്ചതിന് ശേഷം ഇവരെ കാട്ടിൽ എവിടെയെങ്കിലും വിട്ട് കഴിഞ്ഞാൽ ഇതൊരിക്കലും പിന്നെ മനുഷ്യവാസമുള്ള സ്ഥലത്തോട്ട് വന്നിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. രാജഗോപാലാണ് ഒന്നും കണ്ടില്ല, എല്ലാം ജീവിച്ചിരിക്കുന്നുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അത് നമ്മൾ അത്രയ്ക്ക് സേഫായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരിക്കലും അവനെ അടിക്കുകയോ അല്ലെങ്കിൽ തട്ടുകയോ അല്ലെങ്കിൽ തലയിൽ കുത്തി പിടിക്കും. പണ്ടൊക്കെ തലയിൽ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ തലയിൽ പിടിച്ചെടുക്കുന്നത് ഒരിക്കലും പാമ്പുകൾക്ക് മരണകാരണമാവുന്നില്ല. കാരണം നമ്മൾ റിസർച്ച് സെൻറ്ററിൽ വെനം മിൽക്കിയാണ് തലയിൽ പിടിച്ചിട്ടാണ്, ഒരു കമ്പ് വെച്ച് കുത്തിയിട്ടാണ് തലയിൽ പിടിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വെനം മിൽക്കി എന്ന് പറഞ്ഞാൽ തലയിൽ പിടിച്ചെന്ന് പറഞ്ഞാൽ അതിനൊരു ക്ഷതവും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൂടാതെ കുറേ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ എൻ്റെ പേര് കേൾക്കുന്നുകൊണ്ട് ചിലയ്ക്കുന്നു. എൻ്റെ പേര് വന്നതുകൊണ്ടാണ് ചിലയ്ക്കുന്നത്. ഇപ്പോൾ വേറെ ആളുടെ ഭരണം ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഞാനാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പറയാം അതിൻ്റെ ലിവർ പോവും, കിഡ്നി പോവും, തലച്ചോറ് പോകും എന്നൊക്കെ പറയും. വേറെ ആരെങ്കിലും അങ്ങനെ പിടിക്കുക ചെയ്താൽ ഒരു പ്രശ്നമില്ല. ഈ അടുത്ത കാലത്ത് ഒരാൾ ഇടുക്കിയിലോ മലപ്പുറത്തോ എവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ മരത്തിൻ്റെ മണ്ടയിലിരുന്നൊരു രാജഗോപാല മണ്ടയിലിരിക്കുന്നു, ഒരാൾ മരം മുറിച്ചിടുന്നു. മരം മുറിച്ച് ഇത്രയും പൊക്കത്തിൽ നിന്ന് തറയിലേക്ക് അടിക്കുന്നു. അടിച്ചിട്ട് അവനെ എഴിക്കാൻ പോലും വയ്യ, അവനെ ചാക്കിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. അത് അപ്പോഴേ ഒരു അരമണിക്കൂറും ചാക്കിനകത്തിരുന്ന് തന്നെ മരിക്കും. പിന്നെ ഇഴഞ്ഞു പോകുന്നൊരു വീഡിയോ കൂടെ കാണിക്കുന്നത്, അത് വേറൊരു പാമ്പിൻ്റെ പിന്നെ ഒരു സൈഡിലിട്ടിങ്ങനെ പാൻസിന് തന്നെ മാറ്റമുണ്ട്. പിന്നെ ഒരു സമയത്ത് എവിടെയോ കൊണ്ട് വിട്ടതിനെ ഒരു കുഴപ്പം ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ഇഴഞ്ഞു പോകുന്ന കാണിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ കൂടെ. നമുക്കറിയാലോ ഒരു പാമ്പ് ഇത്രയും ഹൈറ്റിൽ നിന്ന് വന്നുകൊണ്ട് ഞാൻ 60 അടി 70 അടി ഹൈറ്റുള്ളൊരു പ്ലാവിൻ്റെ മണ്ടയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പൊന്മുടി പോകുന്ന വഴിക്ക് ആന പറയുന്നു ഒരു രാജഗോപാല താഴേക്ക് ചാടി തറയിൽ വിടുന്നതിന് മുന്നേ ഞാൻ 2 കൈയും കൊണ്ട് ഇങ്ങനെ പിടിച്ചു. 2 തറയിൽ വിട്ട് അന്നത് വീഡിയോ ലൈവ് എടുക്കുന്നുണ്ട്. മേളിൽ നിന്ന് വന്ന സമയത്ത് തറയിൽ വിടാതെ ഞാൻ 2 ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചില്ല. ഇങ്ങനെ പിടിച്ചാൽ കശേരികൾ പൊട്ടിപ്പോവും. അവൻ പോണതിനനുസരിച്ച് ഇങ്ങനെ പിടിച്ചെടുത്തു തറയിൽ വിടാതെ. അങ്ങനെ അപ്പോൾ തറയിൽ വീണാൽ ഇതൊക്കെ ചത്തുവും, ഹൈറ്റിൽ നിന്ന് വീണാൽ നല്ല അടി കിട്ടി ചത്തുവും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഈ കല്ലാറിനടുത്ത് വനത്തിലെ ഈ മരമൂർഖൻ എന്ന് പറഞ്ഞ് മരത്തിൽ കയറുന്ന ഒരെണ്ണം മൂർഖനുണ്ടെന്ന് പറയുന്നു. അങ്ങനെയുണ്ട്. അത് മൂർഖനല്ല സാർ, മരപ്പൂർവ എന്നറിയപ്പെടുന്ന ഈസ്റ്റേൺ ട്രിങ്കറ്റ് എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഇപ്പോൾ കാട്ടിലെ മരത്തിലൊക്കെ വെച്ചാൽ ഇപ്പോൾ സാറിൻ്റെ ഇതൊരു വനത്തിനേക്കാൾ നല്ല നിപുണമായിട്ടുള്ള എനിക്ക് തോന്നുന്നത് 7 തട്ടുകൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു വനത്തിൽ. അപ്പോൾ ഇവിടെയൊക്കെ വള്ളിയിൽ കൂടെ കയറി കഴിഞ്ഞാൽ മേളിൽ പോകാൻ പറ്റും. ഇപ്പോൾ ചേരയ്ക്ക് പോവാം, മൂർഖന് പോവാം, അണലിക്ക് പോവാം, എല്ലാത്തിനും വള്ളിയിൽ കൂടെ കയറി മേളിൽ. സാധാരണ മൂർഖനാണോ അതോ അല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇവിടെ യഥാർത്ഥം പറഞ്ഞാൽ നമുക്ക് നാജ എന്നൊരു സാധനമേ ഇന്ത്യയിലുള്ളൂ, പർട്ടിക്കുലർ കോബ്ര. പിന്നെ നമ്മൾ കുറച്ച് രാജസ്ഥാനിൽ ചെല്ലുമ്പോൾ കറുപ്പ് കളറുമ്പോൾ ബ്ലാക്ക് കോബ്ര എന്നറിയപ്പെടും, പിന്നെ മോണോകോൾഡ് എന്നറിയപ്പെടും. ഇതെല്ലാം ഒരേ വനം തന്നെയാണ്, ഒരേ നാജ തന്നെയാണ്. പക്ഷേ സ്ഥലത്തിനനുസരിച്ച് പേര് വ്യത്യാസം വരുന്നു. പിന്നെ എന്താ പറയുക, സിമ്പിളിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങളിൽ പേര് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബ്ലാക്ക് കോബ്ര എന്ന് പറയുന്നത് സാധാ കോബ്ര തന്നെയാണ്. അവിടുത്തെ കളറിന് വ്യത്യാസം, അവിടുത്തെ ചൂടിന് മറ്റനുസരിച്ച് അവിടുത്തെ കളർ വ്യത്യാസം. മഹാരാഷ്ട്രയിൽ പോലും അങ്ങനെയാണ് അവിടെ കാണുന്നത്. അല്ലാതെ മരത്തിൽ കയറി ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ പില്ലാനി മൂർഖൻ എന്ന് പറയും. പില്ലാനി ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സ്പീഷീസ് ഇല്ല. പില്ലാനി എന്ന് പറഞ്ഞത് ഒരു ചെടിയാണ്. ആ ചെടി തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ മുട്ടയിടാറാകുമ്പോൾ ഇതിൻ്റെ അടുത്തുള്ള മാളങ്ങളിലും മുട്ടയിടുന്നു. അതുകൊണ്ട് അവന് പില്ലാനി മൂർഖൻ എന്ന് വിളിക്കുന്നു. പിന്നെ കൈത എന്ന് പറഞ്ഞ ചെടിയുടെ മുട്ടിരുന്ന കൈത മൂർഖൻ, പനയുടെ മുട്ടുന്ന പന മൂർഖൻ, തെങ്ങിൻ്റെ മുട്ട് തെങ്ങ് മൂർഖൻ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ ആൾക്കാരുടെ പണ്ടത്തെ പഴമക്കാരുടെ ഒരു പേര് മാത്രമാണ്, അല്ലാതെ യാതൊരു ബന്ധവുമില്ല അത് കേട്ടത്. ആ സ്ഥലത്തുള്ള ചെടിയുടെ പേരും വെച്ച് നമ്മൾ വിളിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഈ ചേര മനുഷ്യനെ കടിക്കുമല്ലേ? നന്നായിട്ട് കടിക്കും ചേര, നന്നായിട്ട് കടിക്കും. എൻ്റെ കയ്യിൽ ഒരാഴ്ചക്ക് മുന്നേ കടിച്ചിട്ട് വലയ കുരിക്കുന്നത് ചേര കടിച്ചിട്ട് എനിക്ക് ബ്ലഡ് നിന്നില്ല. ഏകദേശം എൻ്റെ ബ്ലഡിന് എന്താ പറയുക, കൊയാഗുലിൻ്റെ കുറച്ച് അംശമാണ്. എനിക്ക് കിട്ടുന്ന അണലിയുടെ കടിയെ കിട്ടിയ സമയത്ത് ബ്ലഡ് പെട്ടെന്ന് കട്ടിയാവുന്നില്ല. അപ്പോൾ മെഡിസിനൊക്കെ അതിനായിട്ട് എടുക്കുന്നുണ്ട്, ബ്ലഡ് കട്ടിയാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബ്ലഡ് പോയി. ചേര നന്നായിട്ട് കടി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് കടിയിട്ടുന്നത് ചേരയുടെ കടിയാണ്. ഈ കണ്ണിങ്ങനെ കടിച്ച് പറിച്ചുള്ള, കണ്ണിൻ്റെ ഈ പിരിയ മുഴുവൻ ഇങ്ങനെ കടിച്ച് പറിച്ചുള്ള ഒരു വലിയ ചേരയെ പിടിക്കാൻ പാടില്ല. വലിയ നന്നായിട്ട് കടിച്ചു, വലിയ കടിയാണ്.
ചേര നന്നായിട്ട് ഒരുപാട് കിട്ടാറുണ്ട് ചേരയുടെ കടി. ചേര ഇണങ്ങുമെന്നും തോന്നുന്നു. ചേര ഇണങ്ങുന്നതല്ല സാർ, ചില ഇത് എപ്പോൾ ആണെങ്കിലും അവൻ കടിക്കാം. ചില സമയത്ത് ചേര നമ്മളോടൊപ്പം ജീവിക്കുന്നത് വേറെ എന്തെങ്കിലും പേടിച്ചിട്ടാണ്. കാരണം അവൻ പറമ്പിലേക്ക് പോകുമ്പോൾ അവനെ ഒന്ന് കീരി ഉപദ്രവിക്കും, അപ്പം പേടിച്ച് നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും മാളത്തിൽ നമ്മളവനെ പേടിപ്പിക്കാതിരിക്കും, നമ്മളവനെ വിരട്ടുന്ന നമ്മളവനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ മുന്നേ കൂടെ ഇറങ്ങി സഞ്ചരിക്കും. പക്ഷേ അങ്ങോട്ട് ഇല്ലുമ്പോൾ കീരി ഓട്ടിക്കും, അപ്പുറത്തോട്ട് എന്തെങ്കിലും നായ ഓട്ടിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഉക്കൻ വിരട്ടും, അല്ലെങ്കിൽ മൂങ്ങ വിരട്ടും. സന്ധ്യയ്ക്കും വേണ്ടി ഇറങ്ങത്തില്ല, സാധനങ്ങളാകുമ്പോൾ എന്തെങ്കിലും സാധനം അവനെ പേടിപ്പിക്കും. അപ്പോൾ അവൻ നേരെ മനുഷ്യവാസമുള്ള സ്ഥലത്തേക്ക് വരും, മനുഷ്യമായിട്ട് ഇണങ്ങി അങ്ങ് ജീവിക്കും. ഇനി കുറേ കാലം കഴിയുമ്പോൾ പാമ്പ് നമ്മളൊപ്പം മിങ്കിൾ ചെയ്ത് ജീവിക്കും. അവർക്ക് സ്ഥലങ്ങളില്ലാതാവുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് പണ്ട് കൊച്ചു വീടുകളുന്ന സ്ഥലത്താണ് ഇപ്പോൾ കൂറ്റൻ ബിൽഡിംഗ് സൗധങ്ങളല്ലേ പൊങ്ങി വരുന്നത്. അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ല. ഈ സൗധങ്ങൾ വരുമ്പോൾ അവർ വീടിൻ്റെ മുറ്റമൊന്നും ഒരിക്കലും ചപ്പിടുന്നില്ല, അവർ എല്ലാം ഇൻ്റർലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവർക്ക് ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നില്ല. അപ്പോൾ ഇവർ ഉള്ള സ്ഥലത്ത് കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ ക്ലോസറ്റിനകത്ത് നമ്മുടെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒതുങ്ങി ജീവിക്കാനുള്ളൊരു കാലഘട്ടം നമ്മുടെ മുന്നിൽ വരാൻ വിദൂരമല്ല. അത് അതിന് യാതൊരു സംശയമില്ല. പിന്നെ പാമ്പിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്, കുറഞ്ഞിട്ടൊന്നുമില്ല, കൂടിയിട്ടുണ്ട്. ഈ കീരി പാമ്പിനെയൊക്കെ തിന്നോ? കീരി സാധാരണഗതിയിൽ പാമ്പിൻ്റെ ശത്രുവൊന്നുമല്ല. പിന്നെ അവന് വിശന്ന് കഴിഞ്ഞാൽ അവൻ കഴിക്കുന്നു എന്നുള്ളത്. പിന്നെ അവൻ്റെ കുഞ്ഞിരിക്കുന്ന സമയത്ത് മാളത്തിൽ അങ്ങനെ പാമ്പ് എന്ന് കയറി കഴിഞ്ഞാൽ അവനെ കൊല്ലും, അതേ ഉള്ളൂ. അല്ല പിന്നെ ചേരയാണ് കൂടുതലും അറ്റാക്ക് ചെയ്യുന്നത്. ചേരയെ പിടിച്ച് കൊന്ന് തിന്നാറുണ്ട്. പക്ഷെ അന്ന് തിന്നാണ്ട് അധികം തിന്നല്ല, കുറച്ച് തിന്നിട്ട് കളഞ്ഞിട്ട് പോകാറുണ്ട്. പിന്നെ അതിൽ ചില സമയത്ത് മൂർഖനെയൊക്കെ പേടിച്ചിട്ടാണ് ചെയ്യുന്നതെല്ലാം. അവൻ്റെ ഫുഡ് തന്നില്ല, അവന് ഇഷ്ടം പോലെ ഫുഡ് സുലഭമായിട്ട് ഇന്ന് കിട്ടുന്നുണ്ട് നാട്ടിൻ പ്രദേശത്ത്. എന്ന് വെച്ചാൽ വേസ്റ്റ് ഇഷ്ടം പോലെ വീട്ടിൽ നിന്ന് വേസ്റ്റുകൾ ഇഷ്ടം പോലെ വലിച്ചെറിയാറുണ്ട്. അപ്പോൾ അത് മതി കീരിയുടെ ഫുഡായിട്ട്. പിന്നെ അവൻ കിട്ടുന്ന സമയത്ത് പേടിച്ചിട്ട് അവൻ്റെ മുന്നിൽ ചെന്ന് പെടുമ്പോൾ പേടിച്ചിട്ട് അവൻ ആക്രമിക്കുന്നു. അവൻ തിരിച്ച് അങ്ങോട്ട് ചീറ്റി ചെല്ലുമ്പോൾ അവൻ വിചാരിക്കും അവനെ കൊല്ലാൻ പോകുന്നു, അവൻ തിരിച്ച് അവനെ ആക്രമിക്കുന്നു. ആ സാഹചര്യത്തിൽ കീരി പാമ്പിൻ്റെ കടിയിട്ട് മരണപ്പെട്ട ഒരുപാട് കേസുകളുണ്ടായിട്ടുണ്ട്. പേട്ടയിൽ ഒരു കാറ്ററിംഗ് സർവീസിൽ ഒരു 18 വർഷങ്ങൾക്ക് മുന്നേ കീരിയുടെ കടിയേറ്റ് മൂർഖൻ്റെ കടിയിട്ട് കീരി മരിച്ചു. ഒരു 15-16 വർഷങ്ങൾക്ക് മുന്നേ കൊല്ലം കല്ലന്താഴിയിൽ അണലിയുടെ കടിയേറ്റ് കീരി മരിച്ചു. അപ്പോൾ കീരി ഒരിക്കലും റെസിസ്റ്റിംഗ് പവറുള്ള ജീവിയല്ല, ജമ്പ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. ജമ്പ് ചെയ്ത് പോകുന്നു, ആ ഒരു കാര്യം മാത്രം ഡെവലപ്പ് കാണും. ജമ്പ് ചെയ്ത് മാറാൻ പറ്റുന്നത്, അതാണ് എൻ്റെ പ്രത്യേകത. കടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. സർക്കിളിനകത്ത് കടി കിട്ടിയാൽ ആർക്കായാലും, ഇപ്പം ഞാൻ തന്നെ പാമ്പിനെ വെച്ച് നന്നായിട്ട് കളിക്കുമ്പോൾ ചില സമയത്ത് എൻ്റെ കൈയും ഞാൻ ഉദ്ദേശിക്കുന്ന തിരിച്ച് വരാതെ പോകും. അപ്പോഴത്തേക്ക് അവൻ്റെ കടി വീഴുന്നു, അങ്ങനെ അപകടം ഉണ്ടാകും. നമുക്ക് മൂവ്മെൻറ്റ്സ് കറക്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് ബൈറ്റ് കിട്ടും. അപ്പോൾ ഈ സുരേഷ് ആക്കുളത്തെ ഈ തെരുവ് പട്ടികൾക്കൊക്കെ തീറ്റ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, അതെന്തിനാണ്? ഞാൻ തെരുവ് നായ്ക്കളല്ല, ഞാൻ അവനെ നോക്കിയപ്പോൾ അവന് സാധാരണ ഈ വണ്ടി വാഹനങ്ങൾ പോകുന്ന സ്ഥലത്തുള്ള ഡോഗുകൾക്ക് ഞാൻ തീറ്റ കൊടുക്കാറില്ല. അവിടെ പിന്നെ ഞാൻ നടക്കാനൊക്കെ പോകുന്ന സമയത്ത്, നടക്കാനല്ല യഥാർത്ഥത്തിൽ അവിടെ വന്നത്, അവിടെ ഇടയ്ക്കൊരു വാർത്ത ഉണ്ടായിരുന്നു. ഇടയ്ക്ക് 1-2 ആൾക്കാർ എന്നോട് പറഞ്ഞു അവിടെ പാമ്പിനെ പിടിക്കുന്ന ഒത്തിരി ആൾക്കാർ ട്രിവാൻഡ്രത്തുണ്ട്, പകലൊക്കെ കൊണ്ട് അവിടെ പാമ്പിനെ തുറന്നു വിടുന്നു, പകലും സന്ധ്യയൊക്കെ കൊണ്ട്. അപ്പോൾ അതാരാണ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ വന്ന് കിടന്നത്. ഞാൻ രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ അവിടെ നിന്ന് കിടക്കാറുണ്ടായിരുന്നു. അങ്ങനെ കിടക്കുന്നതിനിടയിലാണ് അവിടെ ആ സ്ഥലത്ത് കുറച്ച് അമിതമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന സ്ഥലമാണെന്ന് തോന്നി. അങ്ങനെ 1-2 കേസിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അപ്പോൾ തന്നെ കൺട്രോൾ റൂമിൽ പോലീസിനെ വിളിച്ച് പേട്ട സ്റ്റേഷനിലെ നമ്പർ എടുത്ത് അപ്പോൾ തന്നെ അവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയാണ് ചെയ്തത്. ലഹരി ഉപയോഗിച്ചിരുന്ന 3-4 ഒരു പെൺകുട്ടിയും ആണുങ്ങളെ കൊണ്ട് അവരെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു ദേഹത്തൊക്കെ രോമമില്ലാത്ത, ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു വൃത്തികെട്ട രൂപത്തിലൊരു ഡോഗ് ഉണ്ടായിരുന്നു. ഡോഗിനെ എനിക്ക് പാവം തോന്നി. ഞാൻ അവനെ മാസങ്ങൾ ഞാൻ അവനെ ഫുഡ് കൊടുത്തു. പിന്നെ അത് ഞാൻ അവൻ്റെ ദേഹത്തുള്ള ആ മുറിവൊക്കെ മാറാൻ വേണ്ടി മരുന്നെല്ലാം വാങ്ങി തേച്ചു. അവനെ എല്ലാ ജീവികളും എനിക്ക് എന്നും അനുകമ്പയാണ്. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം ഞാൻ 1-2 പ്രാവശ്യം മാത്രമേ ഒരു കോഴിയെ മറ്റേ കൊന്നിട്ടുള്ളൂ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ. മറ്റൊരു ജീവിയും ഞാൻ അറിഞ്ഞുകൊണ്ട് കൊന്നിട്ടില്ല. പിന്നെ പാമ്പുകൾ ഞാൻ കൊണ്ടുവയ്ക്കുന്ന പാമ്പുകൾ ചിലപ്പോൾ മരിക്കാറുണ്ട്. കാരണം ചില ആൾക്കാർ മണ്ണെണ്ണ ഒഴിച്ച് വിടാറുണ്ട്, ചില ആൾക്കാർ അടി കൊടുത്തു. ഇപ്പം ഞാൻ മിനിങ്ങാന്ന് രാത്രിയിൽ വന്ന് കിടന്ന ഒരു 2:30 എനിക്കൊരു കോൾ തിരുവല്ലത്തുനിന്ന് ഒരു പാമ്പിനെ തടി വെച്ച് നടു ഒടിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഞാനിപ്പോൾ കൊണ്ടുവച്ച് 3-4 ദിവസം ഇപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല, മരുന്നൊക്കെ വെച്ചിട്ടിരിക്കുന്നു. ചിലപ്പോൾ അതൊക്കെ മരണപ്പെടാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കേസ്, ഒരു വർഷത്തിൽ എങ്ങനെയാലും ഒരു 150ഓളം പാമ്പ് കേസുകൾ ഈ അപകടത്തിൽപ്പെടുന്നു. മണ്ണെണ്ണ ഒഴിച്ച് കിട്ടുന്നതുകൊണ്ട്, വണ്ടി ഇടിച്ച് വരുന്നുണ്ട്, JCB വെച്ച് മണ്ണ് മാന്തുമ്പോൾ മുറിയുന്നതുണ്ട്, പിന്നെ ആൾക്കാർ അടിച്ചൊടിച്ച് വിടുന്നുണ്ട്. അതൊക്കെ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് അടിച്ചിട്ടാണ് അവർ അയ്യോ പാവം എന്ന് വിചാരിച്ച് എന്നെ വിളിക്കുന്നത്. എനിക്ക് പണിയാണ് തരുന്നത്. കാരണം ഇവർ അവിടെ ഇപ്പോൾ ഇതിനെ എടുത്തുകൊണ്ട് വരുമ്പോൾ ചില വണ്ടിക്കൂലി എന്തെങ്കിലും നക്കാപ്പിച്ച് എന്തെങ്കിലും ചിലപ്പോൾ 500, 600, 1000 രൂപ തന്നെനിക്ക്. ഇത് കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ചിലവ് ഇതിൻ്റെ 10 ഇരട്ടി വലുതാണ്. അപ്പോൾ ഇവർക്ക് അത് അവിടെ തീർന്നു. പിന്നെ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫണ്ട് കൂടെ വേറെ അന്വേഷിക്കും. ഇപ്പം തന്നെ പാമ്പിനെ പിടിക്കാൻ പോകുന്ന സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് ഞാനിവിടുന്ന് കല്ലമ്പലത്തോ ഇവിടെ കിളിമാനോ ഒക്കെ പോയി ചിലപ്പോൾ 500, 600, 1000 രൂപ തന്നിരിക്കും. പക്ഷേ ഞാനൊരു വണ്ടി ഓടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് 2000-ന് മേളിൽ വരും. അപ്പോൾ ബാക്കി പൈസ ഞാൻ വേറെ കണ്ടെത്തുകയാണ് ഇത് വീടാനായിട്ട്. ഇങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തത്. അതിനിടയ്ക്കുള്ള ഈ അപകടത്തിൽ കിട്ടുന്ന അതികളെ ഇങ്ങനെ
സഹായിക്കും. ഇത് ട്രീറ്റ്മെൻറ്റിന് പൈസ വേറെ കണ്ടെത്തണം. അതുമാത്രമല്ല ഞാൻ ഒരുപാട് ചാരിറ്റി ചെയ്തിട്ടുണ്ട് സാർ. ഒരുപാട് RCC ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ പാമ്പ് പിടിച്ച് മരണപ്പെട്ട കുട്ടിക്ക് വീട് വെച്ച് കൊടുത്തത്, അങ്ങനെ ഒരുപാട്. ഏകദേശം എനിക്ക് തോന്നുന്നത് എനിക്ക് അവാർഡ് കിട്ടിയ ഏകദേശം ഒരു 10-40 ലക്ഷത്തോളം രൂപയുടെ അവാർഡ് ഉണ്ടായിരുന്നു. എനിക്ക് ആയിരക്കണക്കിന് അവാർഡുണ്ട്. 1-10 അവാർഡൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? അവാർഡ് ഇവിടുത്തെ നമ്മുടെ റോട്ടറിയുടെ. അതുപോലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് അറിയാമോ സാറിന്? എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ വന്നിട്ട് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയത് എനിക്ക് എൻ്റെ ലോകത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിലെ രാജകുമാരൻ ചാൾസ് രാജകുമാരൻ അവർ ഇന്ത്യ സന്ദർശിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞ് കേരളത്തിൽ നമ്മുടെ തൃശ്ശൂർ വാഴച്ചാൽ IB വെച്ച് കാണാൻ പറ്റി. അങ്ങനത്തെ അവസരം ഒരുങ്ങി മേനകാഗാന്ധിയിൽ നിന്ന് അവാർഡ് വാങ്ങാൻ പറ്റി. അപ്പോൾ അവിടെ അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം സംസാരിക്കാൻ എൻ്റെ കരങ്ങൾ അദ്ദേഹം ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന വീഡിയോ ആയിരുന്നു ലോകം മൊത്തമുള്ള പത്രങ്ങളിലും ചാനലുകളിലൊക്കെ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞൊരു സന്തോഷം നടന്നത്. ഈ കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുന്നേ പറഞ്ഞപ്പോൾ എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നുണ്ട്. ഇത്ര നേരം രോമാഞ്ചം സാറിൻ്റെ വസ്തുവിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. സാറിന് എനിക്ക് അങ്ങനെ രോമാഞ്ചം ഉണ്ടാകാത്തതാണ്. രോമാഞ്ചം ഉണ്ടാകുന്നത്. ഇപ്പോൾ എനിക്ക് അത് പറഞ്ഞപ്പോൾ അപ്പോൾ ഈ ഒരു 6-7 മാസങ്ങൾക്ക് പിന്നെ അവിടുത്തെ പാർലമെൻറ്റ് കഴിഞ്ഞ് ചാൾസ് രാജകുമാരൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാരനായ, നമ്മുടെ കേരളത്തുകാരനായ, കോട്ടയത്തുകാരനായ ഒരു മലയാളിയെ പുള്ളിക്കാരനും പരിചയപ്പെടുകയും അവിടുത്തെ ഓഫീസിലെ സ്റ്റാഫിനെ പരിചയപ്പെടുകയും, അപ്പോൾ അദ്ദേഹം എവിടുത്തുകാരനാണെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യക്കാരനാണെന്ന്, ഇന്ത്യയിലെവിടെ, കേരളത്തിലെവിടെയെന്ന് അപ്പോൾ പുള്ളി പറഞ്ഞൊരു ചോദ്യം, എനിക്ക് കേരളത്തിലൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഇദ്ദേഹത്തോട് പറയാം. അപ്പോൾ അത് ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ വാവാ സുരേഷാണെന്ന് പറഞ്ഞു. പുള്ളി ഉടനെ തന്നെ ഇവിടെ വിളിച്ച് നമ്മളെ മീഡിയാസിലേക്ക് വിളിച്ചു. പക്ഷേ പാർലമെൻറ്റിൽ നടന്ന ചർച്ചയായതുകൊണ്ട് വെളിയിൽ പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ആ വാർത്ത ഇവിടെ വരാതെ അവിടെ ബ്ലോക്ക് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ വേറൊന്നുണ്ട് സാറേ, നമ്മുടെ സ്വീഡൻ പോലത്തുള്ളൊരു രാജ്യത്ത് കഴിഞ്ഞ ഒരു 8 വർഷങ്ങൾക്ക് മുന്നേ അവിടുത്തെ പാർക്കിൽ നിന്ന് രാജവെമ്പല എസ്കേപ്പായി. അവിടുന്ന് പുറത്ത് പോയി. പക്ഷെ ആരും അറിഞ്ഞില്ല. 2 മാസത്തോളം ആരും അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് അവർ കണ്ടുപിടിച്ചു പോയി. പിന്നെ ആരും അറിഞ്ഞില്ല. പിന്നെ ആരോ പറഞ്ഞിട്ട് അത് മിസ്സിങ് ആണെന്ന് പറഞ്ഞ് അവർ അന്ന് തന്നെ വൈറ്റ് ഹൗസിൽ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അന്ന് രാത്രി തന്നെ അവരെന്നെ ഇവിടുന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ ചെയ്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ പേര് കേട്ടോണ്ടായിരിക്കാം ആ രാജവെമ്പല 2 മാസങ്ങൾക്ക് മുന്നേ പോയ രാജവെമ്പല അന്ന് വന്ന് കൂട്ടി കയറി എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു പോക്ക് എനിക്ക് ഒഴിവായി കിട്ടി. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എനിക്ക് പറഞ്ഞത് ലോകത്തൊരു പാമ്പ് സംരക്ഷകനും കിട്ടാത്തതിന് ഭാഗ്യം എനിക്കുണ്ടായി. പിന്നെ എനിക്ക് വന്നത് 2015 തോന്നുന്നു. എനിക്കും വെള്ളാപ്പള്ളി നടേശൻ സാറിനും കൂടി ചേർത്ത് നമ്മുടെ എന്താ പറയുക ഡോക്ടറേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇത് വാങ്ങിയില്ലെന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ 2021 തോന്നുന്നു, 21-22 കാലഘട്ടത്തിൽ പത്മശ്രീ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അത് രാത്രി ഒരു 9 വരെ മോണിറ്ററിലുണ്ടായിരുന്നു. 9 മണിയായപ്പോൾ മോണിറ്ററിൽ നിന്ന് മാറി തൃശ്ശൂരുള്ളൊരു വേറൊരു അമ്മയ്ക്ക് അപ്പോൾ അതുവരെ മോണിറ്ററിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ. ഇതൊക്കെ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. എന്നല്ല, പേര് ആളുകൾ തീരുമാനിച്ചല്ലോ. പിന്നെ അതുപോലെ ഒരുപാട് സപ്പോർട്ടുകൾ, നല്ല സപ്പോർട്ടുകളാണ് എന്താ പറയുക കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകൾ ഒരു കാലഘട്ടത്തിൽ ചെയ്തിരുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ, നമ്മുടെ സാജൻ സക്രിയ സാർ, അതുപോലെ നമ്മുടെ എന്താ പറയുക പാലയില്ല നമ്മുടെ അദ്ദേഹം സൂരജ് പാലാക്കാർ, എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തു. ആ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സാർ എന്നെ എല്ലാവരും സ്നേഹിക്കുന്നത്. എൻ്റെ ജീവിതമാണ് ഞാൻ ഇതിലേക്ക് മാറ്റി വെച്ചത്. ഇപ്പോൾ ഉള്ള ആൾക്കാരെന്ന് വെച്ചാൽ അവരുടെ എന്താ പറയുക ജോലിയൊക്കെ മാറ്റി കഴിഞ്ഞിട്ടാണ് ഒരു പാമ്പ് എന്നെ ഇപ്പം ഞാൻ സാറിൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്. എൻ്റെ മൊബൈൽ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ, പാമ്പിന് എന്തെങ്കിലും വിളിക്കുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സ് അങ്ങനെയാണ്. ഞാനൊരു ലാഭം മോഹിച്ചു. എനിക്കിതിൽ സാറിന് അറിയാമല്ലോ, ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ഒരു പാമ്പിനെ പിടിക്കാൻ പോയി ആൾക്കാർ എന്താ തരിക എന്നുള്ളത് സാറിന് നല്ല വൃത്തിയാണ്. 30 രൂപ എന്ന കോടീശ്വരന്മാരുണ്ട്. 30 രൂപ വെറും ഒരു 20ഉം ഒരു 10ഉം തന്ന ആൾക്കാരുണ്ട്. ഒരു 10 വർഷത്തിന് ഇപ്പുറമേ ആയിട്ടുള്ളൂ എനിക്ക് തന്ന ആൾക്കാരുണ്ട്. വലിയ സാമ്പത്തികമുള്ള ആൾക്കാരാണ് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ അവരോട് പക്ഷേ ഇപ്പോൾ ഞാൻ വണ്ടിക്കൂലി ഞാൻ ചോദിച്ചു വാങ്ങും. വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ വണ്ടിക്കൂലിനും കിട്ടിയാലേ ചോദിച്ചങ്ങനെ വാങ്ങാറില്ല. ഞാൻ പറയും വണ്ടിക്കൂലും ആയില്ല എന്ന് പറയും. 1000 രൂപ വണ്ടിക്കാകുമ്പോൾ അവർ 500 വരുമ്പോൾ അവർ ഇതൊരു മതി ഇത് മതി എന്ന് പറയും. ഇപ്പം ഞാൻ കുറേ കാലം എൻ്റെ കാശ് കൊടുത്താണ് പാമ്പിനെ കാട്ടിക്കൊണ്ട് വിടുന്നത്. എനിക്കാരും തന്നിട്ടോ ഒന്നുമല്ല, ഒരു ഇതുമില്ല. എനിക്കൊരു ഇൻഷുറൻസ് പോലും ഇല്ലാത്ത ഒരാളാണ്. എന്നുവെച്ചാൽ പാമ്പ് സംരക്ഷണത്തിൽ ഇൻഷുറൻസോ LIC ഒന്നും എനിക്ക് തരാൻ നിയമമില്ല. അപകടം വിലയ്ക്ക് വാങ്ങിക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു ഇൻഷുറൻസ് കമ്പനിക്കാരും നമുക്ക് അവർ ഏറ്റെടുക്കത്തില്ല ഒരു ഇൻഷുറൻസ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലും ഇല്ലാത്ത ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരും. ഇങ്ങനെയാണ് ഞാൻ ഇതുവരെ ട്രീറ്റ്മെൻറ്റായി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഹരിമാന്ന് പറഞ്ഞിട്ടൊരു ഹരിസാറുണ്ട്, US പുള്ളിയുടെയൊക്കെ സഹായമുണ്ട്. അതിൻ്റെ ഡോക്ടർ സണ്ണി സാർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുടെ സഹായമുള്ളതാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ വീട് ഓലമേഞ്ഞ വീടാണ്. ഇന്ന് മഴ പെയ്ത വെള്ളം വീട്ടിനകത്ത് കയറുന്ന വീടാണ്. അത് ഇന്നും ടാർപ്പാളം കെട്ടിയാണ് മൂടിയിരിക്കുന്നത്. അവിടെയാണ് എൻ്റെ വയ്യാത്ത അനിയത്തി അമ്മയും താമസിക്കുന്നത്. ഞാനൊരു 8-7 വർഷം കൊണ്ട് മെഡിക്കൽ കോളേജിൽ ലോഡ്ജിലാണ് താമസിക്കുന്നത്.